വയനാട് കൊളകപ്പാറ ചൂരിമലയിൽ വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവ കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രിയാണ് കടുവ കുടുങ്ങിയത്. കടുവയെ വനംവകുപ്പ് കുപ്പാടിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വനം വകുപ്പിന്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട WYS09 എന്ന ആൺ കടുവയാണ് ഇന്നു പുലർച്ചെയോടെ കൂട്ടിലായത്. കൊളകപ്പാറ പ്രദേശത്ത് ഒരു മാസമായി ജനവാസ മേഖലയിൽ നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. ചൂരിമലയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം കടുവ ആക്രമിച്ചു കൊന്ന പശുവിന്റെ ജഡം കൂട്ടിൽ ഇരയായി വെച്ചാണ് കടുവയ്ക്കായി കെണിയൊരുക്കിയത്. രാത്രി ഒരു 11 മണിയോടെയാണ് കടുവ കൂട്ടി കുടുങ്ങിയത്. ആ കൂടിന്റെ ചുറ്റും വേറൊരു കടുവ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് മൂടാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റേ കടുവ പോകാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് രാവിലെ 7 മണിക്കോടെയാണ് 6 മണിയോടെയാണ് പിന്നെ അവർ വന്നിട്ട് കൂട് മൂടി കെട്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അറിയുന്നില്ല, ഒരു 2-3 ആൾക്കാർ മാത്രമേ അറിഞ്ഞുള്ളൂ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴത്തേനും മൂടി കെട്ടി അവർ വണ്ടി കയറ്റി ട്രാക്ടർ കയറ്റി. അപ്പോൾ ഞങ്ങൾ കാണണമെന്നു അവർ കാണാൻ സമ്മതിച്ചില്ല. അതായത് ചെറിയൊന്ന് കാണിച്ചു. അത് മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഇത് ഗവൺമെൻറ് എത്രയുമൊക്കെ ഈ ഭൂമി ഏറ്റെടുത്തിട്ട് അതിന് വേണ്ട വികസനങ്ങൾ ഗവൺമെൻറ് ചെയ്യുക. എന്നാലേ ഞങ്ങൾക്ക് വീതി മാറുള്ളൂ. അല്ലാണ്ട് ഞങ്ങളിപ്പം വീതി തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു സമാധാനവും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. പ്രാഥമിക ആരോഗ്യ പരിശോധനകൾക്കായി കടുവയെ വനം വകുപ്പ് സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അതേസമയം കടുവ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ജനം, വയനാട്.